നമസ്കാരമുണ്ട് കേട്ടോ. എൻ്റെ തണലോരം മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമിക്കാരൻ ആനന്ദാശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിവിടെ വന്നിട്ട് 4 ദിവസത്തോളമായി കേട്ടോ. വസ്തുക്കളെല്ലാം നമുക്ക് കയറി വരാനുള്ള വഴിയുടെ പണിയിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് താഴെയാണ് പോവേണ്ടത് കേട്ടോ. അപ്പോൾ താഴെ ഒരു പാലം ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. അപ്പം പുതിയൊരു പാലത്തിൻ്റെ നിർമ്മാണത്തിലാണ് സുഹൃത്തുക്കൾ. അപ്പോൾ ഇതാണ് വഴി, നമുക്ക് കയറി വരാനോ ഇറങ്ങിപ്പോകേണ്ട വഴി. അപ്പം സുഹൃത്തുക്കളെല്ലാം എല്ലാം ഒറ്റക്കെട്ടായിട്ടത് ചെയ്യുന്നുണ്ട്. ഭൂമിക്കാരൻ ആനന്ദാശ്രമത്തിലെ ജീവനക്കാർ ഒത്തൊരുമയോടെയാണ് നടപ്പാതയുടെ പാലം നിർമ്മിക്കുന്നത്. അവരുടെ സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ചേട്ടന്മാർ തമ്മിൽ കുശലങ്ങളും പറയുന്നുണ്ട് കേട്ടോ. മനോഹരമായ വയൽപ്പാടങ്ങളും വാഴകളും കാണാൻ എന്താ ഭംഗി. കൂടുകളും ആ പച്ചപ്പുകളും കാണാൻ എന്താ ഒരു ഭംഗിയാ. അങ്ങനെ ഞാൻ പച്ചപ്പുകളെല്ലാം കണ്ടതിന് ശേഷം ചേട്ടന്മാർ ഒത്തൊരുമയോടെ നാരങ്ങ വെള്ളവും മുറുക്കും മിച്ചറും കഴിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെയിരിക്കെ ഭൂമിക്കാരൻ ആശ്രമത്തിലെ ചെയർമാൻ ഒരു മരം മുറിവെക്കുന്നത് കണ്ടു. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. എല്ലാ ജീവനക്കാരും ചെയർമാനും എല്ലാവരും ഒത്തൊരുമയോടെയാണ് ആ പാലത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കുന്നത്. നല്ല കാഴ്ചയായിരുന്നു. എല്ലാവർക്കും നടക്കാൻ വേണ്ടി അവർ ഒത്തൊരുമയോടെയാണ് അവർ പാലത്തിൻ്റെ പണികളെല്ലാം ചെയ്യുന്നത്. ചെറിയ വെട്ടോത്തിയും ചെറിയ വാളും ഉപയോഗിച്ചൊക്കെയാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവനക്കാർ ആ പണിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ പണികളൊക്കെ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ പാലത്തിൻ്റെ പണി ഏകദേശം ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചിരിച്ചും കളിച്ചുമൊക്കെയാണ് അവർ സന്തോഷത്തോടെ ഇത്രയും പാടുപെട്ട ജോലിയായിട്ടും അവർ നിസ്സാരം സമയം കൊണ്ട് അവരത് പൂർത്തീകരിച്ചത്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇതാണ് ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമാണിത്. അവർ ഭൂമിക്കാരൻ ആശ്രമത്തിൽ ചെയർമാനെന്നോ ജീവനക്കാരനെന്നോ ഒരു ഇത് കാണിക്കാതെ അവർ എല്ലാവരും ഒരേ മനസ്സോടെ സ്നേഹത്തോടെയാണ് അവർ ഈ പണി പൂർത്തീകരിച്ചത്. അത് അവരുടെ സ്നേഹം കണ്ടപ്പം തന്നെ നമുക്ക് സന്തോഷം തോന്നി. പിന്നെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം.